ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗ് ഇട്ടായിരുന്നു ആലോചിക്കാം. ഞങ്ങൾക്ക് നാളെ ഒരു ഷൂട്ടിന് പോകാണ്ട്. അപ്പം അതിന് ചെറിയ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് പിന്നെ കുറേ കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പം ഈ വ്ളോഗായിട്ട് വരുന്നത്. അപ്പം എനിക്ക് വലിയ ഐഡിയാസ് ഒന്നും ഇല്ല, എങ്ങനെ പറയേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ചെറിയ ക്ലിപ്പായിട്ട് ഞാൻ എൻ്റെ ഒരു നാളത്തെ ആ ഒരു ഡേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഡ്രസ്സിൽ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവാം, വേറെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഇനിയിപ്പം ഓൾറെഡി റെഡി ആയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ കിടന്നുറങ്ങി അപ്പം അതുകൊണ്ട് ഇനി ബാക്കി നമുക്കിനി നാളെ മോർണിംഗ് നേരത്തെ എണീക്കാണെങ്കിൽ ഇടയിൽ ഹോട്ടലിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ വിഷ്വലാവും കാണാം. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അതിന് രാവിലെ തന്നെ ഇടയിലോട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള പ്ലാന് നല്ല അസലായിട്ട് പാളി. തിരക്കിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. പോകുന്ന വൈകി ഒരു ചായയും കുടിച്ച് റെയിൽവേയിലെത്തി. ഇനി 5 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും. അങ്ങനെ നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതിൽ 2 പേരും ഇവിടേക്ക് ഡയറക്റ്റ് വന്നതാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കുറെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് കുറച്ചു നേരം ഗെയിമൊക്കെ കളിച്ചിരുന്ന് അവസാനം ഒരു 11 മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെട്രോ കയറി പിന്നെ ലൊക്കേഷനിലെത്താൻ നമുക്കൊരു ഓട്ടോ വിളിക്കേണ്ടി വന്നു. ഗൈസ്, ഇപ്പം നമ്മളിപ്പം ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, ഇൻഡോർ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, നമുക്ക് കുറച്ച് മിസ്സിങ് ആയിട്ടുള്ള കുറച്ച് ഫയൽസ് അയക്കാൻ കഴിയും. അപ്പം അതിൻ്റെ നമ്മളെ ടീമിനായിട്ടുള്ള മീറ്റിങ്ങിലാണ്. അപ്പം ആ ഫയൽസ് അയച്ചിട്ട് വേണം നമുക്കിനി ഷൂട്ടിലേക്ക് വേണ്ടി പോകണം. ലൊക്കേഷൻസ് കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം കൂടുതൽ വീഡിയോ എടുക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റഡ് വീഡിയോസും ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അതിന്റെ പിന്നാലായിരുന്നു. പിന്നെ നമുക്ക് അവിടെ അസിസ്റ്റ് ചെയ്യാൻ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇർഫാൻ. അങ്ങനെ അത്യാവശ്യം നമ്മൾ വീഡിയോസ് ഒക്കെ മാക്സിമം നമ്മൾ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്ത്. പിന്നെ എടുത്തു വേണ്ട ഒരു കാര്യം, നമ്മളെ പല കോണ്ടന്റിലും നമുക്ക് തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ട പോലെ കുറച്ച് സ്ക്രിപ്റ്റിൽ എനിക്ക് തന്നെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്, ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. ഹായ് ഗൈസ്, അങ്ങനെ നിങ്ങൾ ബിഹൈൻഡ് ദ സീനൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ സെയിം ഡ്രസ്സ് തന്നെ ഇട്ട്, കാരണം ഞാൻ കൂടുതൽ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇന്നത്തോടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം എന്തായാലും നാളെയും കൂടിയും എടുക്കേണ്ടി വരും. 1-2 സ്ഥലത്തും കൂടി പോയിട്ട് ഷൂട്ട് എടുക്കാനുണ്ട്. അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് തന്നെ സെയിം തന്നെ എടുത്തിട്ട്, അപ്പോൾ ഇനിയിപ്പം കുറച്ച് ഔട്ട്ഡോർ ഷൂട്ട് ഒന്നും കൂടി കുറച്ചുകൂടി എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് സെറ്റാക്കാൻ വിചാരിക്കുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ദാഹം വന്നിട്ട് ഞാനൊരു ലൈം കുടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ ഫുഡൊക്കെ വാങ്ങി നമ്മൾ കഴിക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ നിന്നിട്ട് നമുക്കൊരു കോണ്ടന്റ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ വാങ്ങി നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നമ്മൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇനിയും നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ലൊക്കേഷൻ വേണം. അവിടെ നിന്ന് നമ്മളൊരു 3 കിലോമീറ്റർ മാറിയതിനു ശേഷം നമ്മളൊരു ലൊക്കേഷൻ സ്പോട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കോണ്ടന്റ് കംപ്ലീറ്റ്ലി അവിടെ ഷൂട്ട് ചെയ്ത്. സോ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. കാരണം നമ്മൾ ആ ഒരു ദിവസം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 to 6 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തു പറയാലോ, നമ്മുടെ ടീം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഇവിടുത്തെ ഷൂട്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെ പറയാനുള്ളത്? ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഓൺഗോയിങ്ങിലാണ്. ഇപ്പൊ നമ്മൾ കലാമാർഗിലാണ് ഉള്ളത്. നമ്മൾ വേറെയും ഷൂട്ട് എടുക്കാൻ പോവാണ്, നമുക്ക് ഉണ്ടാവും നോക്കാം. അങ്ങനെ ഇന്നത്തെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇന്നൊരു 5 ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മളിന്നൊരു ദിവസത്തെ ഷൂട്ട് 5 എന്നല്ല, ഒരു 6 നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ 5 സെറ്റാക്കിയത്. സോ നമ്മൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു ചായയും കുടിച്ചിട്ടാണ് ആ ഡേ വൈൻഡപ്പ് ചെയ്ത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്നിപ്പം മോർണിംഗ് നമ്മളാണ്. നമ്മൾ 3 പേരും ഇങ്ങനെ റെഡിയായി. 3 പേരും ഇപ്പം റെഡിയായി. ഇനിയിപ്പം അടുത്ത ഷൂട്ട് പോകണം. അടുത്ത ഷൂട്ട് നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള വണ്ടർലയിലേക്കാണ് പോകേണ്ടത് ഷൂട്ട്.
പിന്നെ ഇവിടുന്ന് ഒന്നിനോട് ഷൂട്ട് എടുക്കാനുണ്ട്. അപ്പം അതും അങ്ങനെ പോകുന്ന വയ്ക്കുന്ന ചായ കുടിച്ച് ഇന്ന് ഷൂട്ട് മാക്സിമം ഒരു 4-5 ഷൂട്ടിങ്ങിൽ എടുത്തിട്ട് വേണം നാട്ടിലേക്ക് പോകണം. അങ്ങനെ ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പം കുറച്ച് ഷൂട്ടും കൂടി ഇന്ന് എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വണ്ടർലയിലൊക്കെ പോയി അവിടെ നമുക്ക് ഇവിടുന്ന് നമുക്ക് കുറച്ച് ഷൂട്ട് എടുക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഔട്ട്ഡോർ ഷൂട്ടും ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് നിന്നിപ്പോൾ നേരെ നാട്ടിലേക്ക് വിടാനാണ് വിചാരിക്കുന്നത്. നമ്മൾ വണ്ടർലയിൽ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലുള്ളവരൊക്കെ കുഴങ്ങിക്കുന്നതാ നമ്മളെ ടീം. സോ സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ വണ്ടർലയിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് എല്ലാ റൈഡ്സും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഏരിയസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് ഒരു 3-4 വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത്. അതിൽ നമുക്ക് സ്ക്രിപ്റ്റഡ് വീഡിയോസും പ്രസന്റേഷൻ വീഡിയോസും ഒക്കെ നമുക്കുണ്ടായിരുന്നു. എല്ലാവരും നല്ലോണം കുഴങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കിന്ന് നാട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റെയിൽവേയിലേക്ക് എത്തേണ്ടത്. അങ്ങനെ റെയിൽവേയിലേക്ക് എത്തിയ ശേഷം നമുക്ക് ട്രെയിൻ മിസ്സായി. അങ്ങനെ രണ്ടാമത്തെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോകുന്നു. ബൈ ബൈ.